ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, ഞാൻ മഹാരാജാവല്ലോ, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുൻവാക്യത്തിലും നാം വായിച്ചതാണ്. ജാതിയുടെ ഇടയിൽ ഇവിടെ വായിക്കുന്നത് എൻ്റെ നാമം ഭയങ്കരമായിരിക്കുന്നു എന്നാണ്. ജാതികളുടെ ഇടയിൽ ദൈവനാമം ഭയങ്കരമായിരിക്കുന്നു. ഇനി ഇതേ കാര്യം തന്നെ നാം മുന്നമേ ചിന്തിച്ചതാണ്. 11-ാം വാക്യത്തിൽ ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം വലുതാകുന്നുവല്ലോ എന്ന്. അപ്പോൾ ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം വലുതാകുന്നു, ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം ഭയങ്കരമായിരിക്കുന്നു എന്ന്. ഞാൻ എൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് രേഖിക്കുന്നത്: മൈ നെയിം ഈസ് ടു ബി ഫിയേർഡ് എമംഗ് ദ നേഷൻസ്. എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയപ്പെടുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമായിരിക്കുന്നു എന്നാണ് അതിൻ്റെ മറ്റൊരു അർത്ഥം. ജാതികൾ എൻ്റെ നാമത്തെ ഭയപ്പെടുന്നു എന്ന്. ദൈവം ഇത് പറയാനുള്ള കാരണം എന്താണ്? ദൈവം പറയുകയാണ്, ഞാൻ മഹാരാജാവല്ലോ. സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ 47-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു എന്ന. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. 48-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അവിടെ വായിക്കുന്നത് മഹാരാജാവിൻ്റെ നഗരം എന്നാണ്. 47-ൽ നാം വായിച്ചു, അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. ഈ വാക്യങ്ങളൊക്കെ നമ്മെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് നമ്മോട് പറയുന്നത്. എന്താണ്? നമ്മുടെ ദൈവം മഹാരാജാവാകുന്നു എന്നുള്ള കാര്യമാണ് ഈ ഭാഗങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അത് അവൻ്റെ ഭൂമിയെ കൊണ്ടരുത്, അതവൻ്റെ പാദപീഠം. യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം മഹാരാജാവാണ് എന്ന് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
ഇവിടെ മലാഖിയിൽ ദൈവം പറയുന്നു, ഞാൻ മഹാരാജാവല്ലോ, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു, അഥവാ എൻ്റെ നാമത്തെ ജാതികൾ ഭയപ്പെടുന്നു. അപ്പോൾ ജാതികൾ ഭയപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ നാമം ശ്രേഷ്ഠമാണ്, ഞാൻ മഹാരാജാവാണ് എന്നുള്ള കാര്യം ജാതികളായ ആളുകൾ മനസ്സിലാക്കി അവരെന്നെ ഭയപ്പെടുന്നു, അവർ വിറയ്ക്കുന്നു എന്ന്. എന്തുകൊണ്ടാണ് ദൈവം ഈ കാര്യം ഈ 1-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജാതികൾ ഭയപ്പെടുന്ന ദൈവത്തെ ഇസ്രായേൽ ഇന്ന് ഭയപ്പെടുന്നില്ല. മഹാരാജാവ് എന്ന് കണ്ട് ജാതികൾ ദൈവത്തെ ഭയപ്പെടുകയും ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം വലുതായിരിക്കുകയും അവർ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഭയപ്പെടുകയും മഹത്വപ്പെടുത്തുകയും ഉയർത്തുകയും പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ ഇസ്രായേല് ഒരു ഭയവും കൂടാതെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ദൈവം ഇവിടെ ഓർമ്മിപ്പിക്കുക. അതാണ് ഈ ഒടുവിലത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇതൊരു വലിയ യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭയപ്പെടേണ്ടുന്നവർ ഭയപ്പെടുന്നില്ല, ബഹുമാനിക്കേണ്ടുന്നവർ ബഹുമാനിക്കുന്നില്ല, ആദരിക്കേണ്ടവർ ആദരിക്കുന്നില്ല, ആരാധിക്കേണ്ടവർ ആരാധിക്കുന്നില്ല. എന്നാൽ ജാതികളായവർ ഈ നാമം കേൾക്കുമ്പോൾ വിറയ്ക്കുകയാണ്. ദൈവം ഇസ്രായേലിനെ തൻ്റെ മഹത്വമുള്ള കരങ്ങളാൽ, തൻ്റെ ബലമുള്ള കരങ്ങളാൽ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ദുഷ്ടനായ ഫറവോന്റെ ശക്തിയിൽ നിന്ന്, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് രക്ഷിച്ച് ദീർഘമായ 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ അവരെ നടത്തി, അവരെ പരിപാലിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് അവരെ കൊണ്ടുവന്ന് അവിടെ അവരെ പോഷിപ്പിച്ച് അവർ പണിയാത്ത ഭവനങ്ങളിൽ പാർത്തു. അവരവിടെ അധ്വാനിക്കാത്ത കൃഷിയുടെ ഫലം അനുഭവിച്ചു. അങ്ങനെ ദൈവം അവർക്ക് രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ നൽകി. അവർക്ക് ആരാധിപ്പാൻ ആരാധന ആലയങ്ങൾ നൽകി. അവർക്ക് തിരുവചനം നൽകി. ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവം അവരുടെ മുമ്പാകെ പ്രകടമാക്കി കൊടുത്തു. അവർ ദൈവത്തിൻ്റെ തേജസ് കണ്ടു. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം കണ്ട്, ദൈവത്തിൻ്റെ തേജസ് കണ്ട്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഇസ്രായേൽ ജനം ഈ കനാൻ ദേശത്ത് ഏറ്റവും സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടെ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തെ മറന്നപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുകയും പിന്നെയും ദൈവസന്നിധിയിൽ നിലവിളിച്ച് ദൈവത്തിൻ്റെ ശക്തിയാൽ അവരെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ സ്ഥാപിക്കുകയും അതിനുശേഷം പിന്നെയും ദൈവം അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് വളർത്തി അനുഗ്രഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ, നോക്കണം പ്രിയരെ, ഇന്ന് ഈ ജനം സ്വസ്ഥതയിലും സമാധാനത്തിലുമായപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ ആരവരെ അനുഗ്രഹിച്ചോ, ആരവരെ രക്ഷിച്ചോ, ആരവരെ കരുതിയോ, ആരവരെ ശത്രുവിൽ നിന്ന്, പ്രവാസത്തിൽ നിന്ന്, ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന് ദേശത്ത് സമാധാനത്തോടെ പാർത്ത് ആരാധിച്ച് സന്തോഷം അനുഭവിച്ച് മുമ്പോട്ട് പോകാൻ സാഹചര്യം ഒരുക്കി കൊടുത്തു. ആ ദൈവസന്നിധിയിൽ ഭയമില്ലാത്തവരായി, ശരിയായിട്ടുള്ള ആരാധനയില്ലാത്തവരായി, ദൈവത്തിൻ്റെ മഹത്വത്തെ, മഹാരാജാവെന്ന ആ മഹത്വത്തെ കണ്ട് അതിനനുസരിച്ച് ജീവിക്കാത്തവരായി അവർ മാറിക്കഴിഞ്ഞിരിക്കുക. ദൈവം പറയുന്നു,
ഞാൻ മഹാരാജാവല്ലോ. ഈ 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കണ്ടതാണ്, ഞാൻ അപ്പനല്ലോ, ഞാൻ യജമാനനല്ലോ, എന്നോടുള്ള ഭക്തി എവിടെ, എന്നോടുള്ള ബഹുമാനം എവിടെ? ഈ അധ്യായത്തിൻ്റെ ഒടുവിൽ ദൈവം പറയുകയാണ്, ഞാൻ മഹാരാജാവല്ലോ. നോക്കണേ, ദൈവം തൻ്റെ സ്നേഹകരുണയാൽ ആദ്യം പറയുന്നു, ഞാൻ അപ്പനാണ്, ഞാൻ നിന്റെ യജമാനനാണ്. ഒടുവിൽ ദൈവം പറയുകയാണ്, ഞാൻ മഹാരാജാവാണ്. അതിനപ്പുറം ഇനി എന്തുകൊണ്ട് പറയാൻ? അപ്പോഴും ഈ ജനത്തിന് ഭയമില്ലാത്തവരായിരിക്കുക. ഈ മഹാരാജാവ് എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാൻ അധികാരമുള്ളവനാ. ആ അധികാരമുള്ളവൻ്റെ സന്നിധിയിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, നാം ആരാധിക്കുന്ന ദൈവം മഹാരാജാവായ ദൈവമാണ്. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, നരകത്തിൻ്റെ, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന്, നരകത്തിൻ്റെ വാതിക്കൽ നിന്ന് കർത്താവായി യേശുക്രിസ്തു എന്ന മഹാരാജാവ് നമ്മെ വിടുവിച്ചപ്പോൾ, അവൻ കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ എല്ലാം പാപം ഏറ്റെടുത്തുകൊണ്ട് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് നിത്യജീവനെ തന്ന് നമ്മെ മകളാക്കി, മകനാക്കി, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി, പ്രത്യാശയുള്ളവരാക്കി, സമാധാനവും സന്തോഷമുള്ളവരാക്കി ഭൂമിയിൽ നിർത്തിയിരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ എത്ര ഭയത്തോടെ കഴിയണം, എത്ര ഭക്തിയോടെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കണം. അത് വരാതെ വരുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ മഹാരാജാവാണ്, ഞാൻ നിന്റെ മഹാരാജാവാണ്, എനിക്ക് നിന്നെ എന്തും ചെയ്യാൻ അധികാരമുണ്ട്. ദൈവമേ, നീ മഹാരാജാവെങ്കിൽ ഞാൻ നിന്നെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മഹാരാജാവിൻ്റെ മുമ്പിൽ നിഗളിക്കുകയല്ല, താഴ്മയോടെ നിൽക്കുവാൻ, ഭക്തിയോടെ നിൽക്കുവാൻ, അവനെ ബഹുമാനിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാ, ഇണയില്ല കുറുപ്രാവു പോ, ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാ, നാഥ വരുവാൻ താമസമെന്നിൽ, നാഥ വരുവാൻ താമസമെന്നിൽ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീ.